ഓം ശാന്തി. 26/1/26 പ്രഭാതമുരളി വാഗ്ദാത മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പകുതി കൽപ്പം ആരുടെ ഭക്തി ചെയ്തുവോ ആ ബാബ സ്വയം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഠനത്തിലൂടെ തന്നെയാണ് നിങ്ങൾ ദേവി ദേവന്മാരാകുന്നത്. ചോദ്യം: യോഗബലത്തിൻ്റെ ലിഫ്റ്റിൻ്റെ അതിശയം എന്താണ്? ഉത്തരം: കുട്ടികളായ നിങ്ങൾ യോഗബലത്തിൻ്റെ ലിഫ്റ്റിലൂടെ സെക്കൻഡിൽ മുകളിലേക്ക് കയറുന്നു. അതായത് സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്കറിയാം, പടികൾ ഇറങ്ങുന്നതിന് 5000 വർഷം എടുത്തു. കയറുന്നത് 1 സെക്കൻഡിലാണ്. ഇതാണ് യോഗബലത്തിൻ്റെ അതിശയം. ബാബയുടെ ഓർമ്മയിലൂടെ എല്ലാ പാപവും ഇല്ലാതാകുന്നു. ആത്മാവ് സദോ പ്രധാനമായി മാറുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ പിതാവിൻ്റെ മഹിമ കുട്ടികളെ കേൾപ്പിച്ചു. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സച്ചിത് ആനന്ദ സ്വരൂപമാണ്, ശാന്തിയുടെ സാഗരമാണ്. ആ ഒന്നിന് എല്ലാം പരിധിയില്ലാത്ത മഹിമകളാണ് നൽകപ്പെടുന്നത്. ഇപ്പോൾ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ഈ സമയം ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരും അറിയുന്നുണ്ട് നമ്മൾ ഭക്തിയുടെ സാഗരമാണ് എന്ന്. ഭക്തിയിൽ ആരാണോ ഏറ്റവും തീവ്രമായിരിക്കുന്നത് അവർക്ക് മാന്യതയും ലഭിക്കുന്നു. ഈ സമയം കലിയുഗത്തിൽ ഭക്തിയാണ് ദുഃഖമാണ്. സത്യയുഗത്തിൽ ജ്ഞാനത്തിൻ്റെ സുഖമാണ്. അവിടെ ജ്ഞാനമുണ്ട് എന്നല്ല, ഈ മഹിമ കേവലം ഒരു ബാബയുടേതാണ്, കുട്ടികളുടെയും മഹിമയാണ്. കാരണം ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു, അഥവാ യാത്ര പഠിപ്പിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, 2 യാത്രകളുണ്ട്. ഭക്തർ തീർത്ഥയാത്ര ചെയ്യുന്നു, 4 ഭാഗത്തും ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോൾ എത്ര സമയം 4 ഭാഗത്തും ചുറ്റി സഞ്ചരിക്കുന്നുവോ അത്രയും സമയം വികാരത്തിൽ പോകുന്നില്ല. മദ്യം തുടങ്ങിയ മോശമായ വസ്തുക്കൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നില്ല. ചിലപ്പോൾ ബദ്രീനാഥിലും ചിലപ്പോൾ കാശിയിലും ചുറ്റി സഞ്ചരിക്കുന്നു. ഭഗവാന്റെ ഭക്തി ചെയ്യുന്നു. ഇപ്പോൾ ഭഗവാൻ ഒന്നാകണമല്ലോ. എല്ലാ ഭാഗത്തും ചുറ്റി സഞ്ചരിക്കേണ്ടതില്ലല്ലോ. ശിവബാബയുടെ തീർത്ഥസ്ഥാനത്തും ചുറ്റി സഞ്ചരിക്കുന്നു. ഏറ്റവും വലുത് ബനാറസിൻ്റെ തീർത്ഥസ്ഥാനമായി പാടപ്പെട്ടിരിക്കുന്നു. അതിനെ ശിവന്റെ പുരി എന്നും പറയുന്നു. 4 ഭാഗത്തും പോകുന്നു. എന്നാൽ ആരുടെ ദർശനത്തിന് വേണ്ടിയാണോ പോകുന്നത്, അഥവാ ആരുടെ ഭക്തിയാണോ ചെയ്യുന്നത്, ആ ഒന്നിൻ്റെ ബയോഗ്രഫിയോ ഓക്കുപേഷനോ ആർക്കും അറിയില്ല. അതിനാൽ അതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നു. ആരെയെങ്കിലും പൂജിക്കുകയും നമിക്കുകയും ചെയ്തിട്ട് ആ ഒന്നിൻ്റെ ജീവിത കഥ അറിയാതിരിക്കുന്നതിനെ ബ്ലൈൻഡ് ഫെയ്ത്ത്, അതായത് അന്ധവിശ്വാസം എന്ന് പറയുന്നു. വീട്ടിലും ആഘോഷിക്കുന്നു, ദേവിമാരെ എത്ര പൂജിക്കുന്നു. മണ്ണിൻ്റെയോ കല്ലിൻ്റെയോ ദേവിമാരെ ഉണ്ടാക്കി അവരെ വളരെയധികം അലങ്കരിക്കുന്നു. ലക്ഷ്മിയുടെ ചിത്രമുണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അവരോട് ബയോഗ്രഫി പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും, സത്യയുഗത്തിലെ മഹാറാണിയായിരുന്നു എന്ന്. ത്രേതയിലേത് സീതയായിരുന്നു. ബാക്കി ഇവർ എത്ര സമയം രാജ്യം ഭരിച്ചു? ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോൾ മുതലാണ് നടന്നത്? ഇതാർക്കും തന്നെ അറിയില്ല. മനുഷ്യർ ഭക്തിമാർഗത്തിൽ തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. ഇതെല്ലാം ഭഗവാനുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള ഉപായമാണ്.
ശാസ്ത്രം പഠിക്കുന്നതും ഉപായമാണ് ഭഗവാനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി. പക്ഷേ ഭഗവാൻ എവിടെയാണ്? ആ ഒന്ന് സർവവ്യാപിയാണ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പഠനത്തിലൂടെ നമ്മൾ ഈ ദേവീ ദേവന്മാർ ആവുകയാണ്. ബാബ സ്വയം വന്ന് പഠിപ്പിക്കുന്നു. ആ ഒന്നിനെ ലഭിക്കുവാനായി പകുതി കൽപ്പം ഭക്തി മാർഗം നടക്കുന്നു. ബാബ പാവനമാക്കി മാറ്റൂ. താങ്കൾ ആരാണ് എന്ന് തൻ്റെ പരിചയം നൽകൂ എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ ആത്മാക്കൾ ബിന്ദുവാണ്. ആത്മാവിന് തന്നെയാണ് ഇവിടെ ശരീരം ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ഇവിടെ കർമ്മം ചെയ്യുന്നു. ദേവതമാരെ കുറിച്ച് ഇവർ സത്യയുഗത്തിൽ രാജ്യം ഭരിച്ച ശേഷം പോയി എന്ന് പറയും. ക്രിസ്ത്യൻസും മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും ഗോഡ് ഫാദർ പാരഡൈസ് സ്ഥാപിച്ചിട്ടുണ്ട്, നമ്മൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഭാരതത്തിൽ പാരഡൈസ് ഉണ്ടായിരുന്നു. അവരുടെ ബുദ്ധി പിന്നെയും നല്ലതാണ്. ഭാരതവാസികൾ സദോ പ്രധാനവും ആകുന്നു, പിന്നെ തമോ പ്രധാനവും ആകുന്നു. അവർ ഇത്രത്തോളം സുഖം കാണുന്നില്ല, ദുഃഖവും ഇത്രത്തോളം കാണുന്നില്ല. ഇപ്പോൾ അന്തിമത്തിലെ ക്രിസ്ത്യൻസ് എത്ര സുഖമുള്ളവരാണ്. മുൻപ് അവർ ദരിദ്രമായിരുന്നു. ധനം പ്രയത്നത്തിലൂടെയാണല്ലോ സമ്പാദിക്കുന്നത്. ആദ്യം ഒരു ക്രൈസ്റ്റ് വന്നു, പിന്നെ ക്രൈസ്റ്റിൻ്റെ ധർമ്മം സ്ഥാപിതമാകുന്നു. അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 1-ൽ നിന്നും 2, 2-ൽ നിന്നും 4, പിന്നെ ഇങ്ങനെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ക്രിസ്ത്യൻസിൻ്റെ വൃക്ഷം എത്രയായി കഴിഞ്ഞു. ഫൗണ്ടേഷനാണ് ദേവി ദേവതാ കുലം. അത് വീണ്ടും ഇവിടെ ഈ സമയം സ്ഥാപിതമാകുന്നു. ആദ്യം ഒരു ബ്രഹ്മാവ്, പിന്നെ അഡോപ്റ്റഡ് സന്താനങ്ങളാകുന്ന ബ്രാഹ്മണർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ബാബ പഠിപ്പിക്കുന്നു. അപ്പോൾ വളരെയധികം ബ്രാഹ്മണരുണ്ടാകുന്നു. ആദ്യം ഈ ഒന്ന് മാത്രമായിരുന്നല്ലോ. 1-ൽ നിന്നും എത്ര വർദ്ധിച്ചു? എത്രയാണ് ആകേണ്ടത്? എത്ര സൂര്യവംശി ചന്ദ്രവംശി ദേവതമാർ ഉണ്ടായിരുന്നുവോ അത്രയും ആകേണ്ടതുണ്ട്. ആദ്യം ഒരു ബാബയാണ്. ആ ഒന്നിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ബാക്കി സന്താനങ്ങളായ നമ്മൾ ആത്മാക്കൾ എത്രയുണ്ട്? നമ്മൾ ആത്മാക്കളുടെ എല്ലാം പിതാവ് അനാദിയായ ആ ഒരു ബാബയാണ്. പിന്നെ സൃഷ്ടിയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും സദാ ഉണ്ടായിരിക്കുകയില്ലല്ലോ. ആത്മാക്കൾക്ക് പല പല പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ ആദ്യത്തെ തായ്തടിയാണ് ദേവീ ദേവതമാരുടേത്. പിന്നെ അതിൽ നിന്നും ട്യൂബ്സ് വരുന്നു. അപ്പോൾ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഞാൻ വന്ന് എന്താണ് ചെയ്യുന്നത്? ആത്മാവിൽ തന്നെയാണ് ധാരണ ഉണ്ടാകുന്നത്. ബാബ ഇരുന്ന് കേൾപ്പിക്കുന്നു, ഞാൻ എങ്ങനെയാണ് വന്നത്. കുട്ടികളായ നിങ്ങളെല്ലാവരും പതീതമായപ്പോൾ ഓർമ്മിക്കുന്നു. സത്യയുഗത്തിലും ത്രേതായിലും നിങ്ങൾ സുഖം ഉള്ളവരായിരുന്നു. അപ്പോൾ ഓർമ്മിക്കുമായിരുന്നില്ല. ദ്വാപരത്തിന് ശേഷം എപ്പോഴാണോ ദുഃഖം വർദ്ധിച്ചത് അപ്പോൾ വിളിക്കുന്നു, ഹേ പരംപിത പരമാത്മാ ബാബ എന്ന്. അതേ കുട്ടികളെ കേട്ടു. എന്താണ് ആഗ്രഹിക്കുന്നത്? ബാബ വന്ന് പതീതരെ പാവനമാക്കി മാറ്റൂ. ബാബ, നമ്മൾ വളരെയധികം ദുഃഖിതരും പതീതരുമാണ്. നമ്മളെ വന്ന് പാവനമാക്കി മാറ്റൂ. കൃപ കാണിക്കൂ, ആശീർവദിക്കൂ. നിങ്ങൾ എന്നെ വിളിച്ചു, ബാബ വന്ന് പതീതരെ പാവനമാക്കൂ എന്ന്. പാവനം എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ഇതും ബാബ സ്വയം ഇരുന്ന് പറഞ്ഞു തരുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എപ്പോഴാണോ സംഗമയുഗം ആയിരിക്കുന്നത്, സൃഷ്ടി പഴയതാകുന്നത്, അപ്പോൾ ഞാൻ വരുന്നു.
നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സന്യാസിമാരും രണ്ട് പ്രകാരത്തിലുണ്ട്. അവർ ഹഠയോഗികളാണ്. അവരെ രാജയോഗി എന്ന് പറയുന്നില്ല. അവരുടേത് പരിധിയുള്ള സന്യാസമാണ്. വീടും കുടുംബവും ഉപേക്ഷിച്ചു പോയി കാട്ടിൽ വസിക്കുന്നു. ഗുരുക്കന്മാരുടെ ഫോളോവേഴ്സ് ആകുന്നു. ഗോപീചന്ദ് രാജാവിനെ കുറിച്ചും ഒരു കഥ കേൾപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വീടും കുടുംബവും എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു? എവിടേക്കാണ് പോകുന്നത്? ശാസ്ത്രങ്ങളിൽ വളരെയധികം കഥകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബികേസ് പോയി രാജാക്കന്മാരെയും ജ്ഞാനവും യോഗവും പഠിപ്പിക്കുന്നു. ഒരു അഷ്ടാവക്ര ഗീതയുമുണ്ട്. അതിൽ കാണിക്കുന്നു, രാജാവിന് വൈരാഗ്യം വന്നു. പറഞ്ഞു, എന്നെ ആരെങ്കിലും പരമാത്മാവുമായി കൂടിക്കാഴ്ച നടത്തിക്കൂ എന്ന്. പെരുമ്പറ മുഴക്കി. അത് ഇതേ സമയമാണ്. നിങ്ങൾ പോയി രാജാക്കന്മാർക്ക് ജ്ഞാനം നൽകുന്നുവല്ലോ, ബാബയുമായി കൂടിക്കാഴ്ച നടത്തിക്കുന്നതിനായി. എങ്ങനെയാണോ നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയത്, മറ്റുള്ളവരുടെയും കൂടിക്കാഴ്ച നടത്തിക്കുവാനായി പ്രയത്നിക്കുന്നു. നിങ്ങൾ പറയുന്നു, നമ്മൾ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റും, മുക്തിയും ജീവൻ മുക്തിയും നൽകും. പിന്നെ അവരോട് പറയൂ, ശിവ് ബാബയെ ഓർമ്മിക്കൂ, മറ്റാരെയുമല്ല. നിങ്ങളുടെ അടുക്കലും തുടക്കത്തിൽ ഇരിക്കവേ തന്നെ പരസ്പരം നോക്കുമ്പോൾ ധ്യാനത്തിലേക്ക് പോകുമായിരുന്നല്ലോ. വളരെയധികം അത്ഭുതം തോന്നിയിരുന്നു. ബാബ ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുവല്ലോ. ആ അത്ഭുതം കാണിച്ചിരുന്നു. എല്ലാവരുടെയും ചരട് വലിക്കുമായിരുന്നു. ബാബ്ദാദ ഒരുമിച്ചായല്ലോ. ശ്മശാനം ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും ബാബയുടെ ഓർമ്മയിൽ ഉറങ്ങൂ. എല്ലാവരും ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. ഇതെല്ലാം ശിവ് ബാബയുടെ സാമർഥ്യമായിരുന്നു. ഇതിനെ പിന്നെ പലരും ഇന്ദ്രജാലം എന്ന് മനസ്സിലാക്കുവാൻ തുടങ്ങി. ഇത് ശിവ് ബാബയുടെ കളിയായിരുന്നു. ബാബ ഇന്ദ്രജാലക്കാരനും കരാറുകാരനും രത്നാകരനുമാണല്ലോ. അലക്കുകാരനുമാണ്, സ്വർണപ്പണിക്കാരനുമാണ്, വക്കീലുമാണ്. സർവരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നു. ആ ഒന്നിനെ തന്നെയാണ് സർവരും വിളിക്കുന്നത്, ഹേ പതീത പാവന, ഹേ ദൂരദേശത്ത് വസിക്കുന്നവനെ, നമ്മളെ വന്ന് പാവനമാക്കി മാറ്റൂ. പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വരൂ, വന്ന് നമ്മെ പാവനമാക്കി മാറ്റൂ. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നു. ബാബ വന്ന് പറഞ്ഞു തരുന്നു, കുട്ടികളായ നിങ്ങൾ രാവണന്റെ ദേശത്തിൽ എന്നെ വിളിച്ചു. ഞാൻ പരംധാമത്തിൽ ഇരിക്കുകയായിരുന്നു. സ്വർഗം സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്നെ നരകത്തിൽ രാവണന്റെ ദേശത്തിൽ വിളിച്ചു. ഇപ്പോൾ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ കൊണ്ടുപോവുകയാണല്ലോ. അപ്പോൾ ഇതാണ് ഡ്രാമ. ഞാൻ നിങ്ങൾക്ക് രാജ്യം നൽകിയിരുന്നു, അത് പൂർത്തിയായി. പിന്നെ ദ്വാപര മുതൽ രാവണ രാജ്യം നടന്നു. 5 വികാരങ്ങളിൽ വീണു. ജഗന്നാഥപുരിയിൽ അതിൻ്റെ ചിത്രങ്ങളുമുണ്ട്. ആരാണോ ആദ്യ നമ്പറിൽ ആയിരുന്നത്, അതേ ആൾ വീണ്ടും 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ അന്തിമത്തിലാണ്. വീണ്ടും ആ ഒന്നിന് തന്നെ ആദ്യ നമ്പറിലേക്ക് പോകണം. ഈ ബ്രഹ്മാവ് ഇരിക്കുകയാണ്, വിഷ്ണുവും ഇരിക്കുകയാണ്. ഇവർ തമ്മിൽ എന്ത് കണക്ഷനാണുള്ളത്? ലോകത്തിൽ ആരും അറിയുന്നില്ല. ബ്രഹ്മ സരസ്വതിയും വാസ്തവത്തിൽ സത്യയുഗത്തിൻ്റെ അധികാരികളായ ലക്ഷ്മി നാരായണൻ ആയിരുന്നു. ഇപ്പോൾ നരകത്തിൻ്റെ അധികാരിയാണ്. ഇപ്പോൾ ഇവർ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ലക്ഷ്മി നാരായണൻ ആകുന്നതിനു വേണ്ടി. ദിൽവാഡ ക്ഷേത്രത്തിൽ പൂർണ്ണ സ്മാരകമുണ്ട്. ബാബയും ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ എഴുതുകയും ചെയ്യുന്നു, ആബു സർവ തീർത്ഥസ്ഥാനങ്ങളിലും വെച്ച്, സർവധർമ്മങ്ങളുടെയും തീർത്ഥസ്ഥാനങ്ങളിൽ വെച്ച് മുഖ്യ തീർത്ഥസ്ഥാനമാണ്. കാരണം ഇവിടെ തന്നെയാണ് ബാബ വന്ന് സർവധർമ്മങ്ങളുടെയും സദ്ഗതി ചെയ്യുന്നത്. നിങ്ങൾ ശാന്തിധാമത്തിൽ പോയ പിന്നെ സ്വർഗത്തിൽ പോകുന്നു.
ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകുന്നു. അത് ജഡസ്മാരകമാണ്. ഇതാണ് ചൈതന്യം. നിങ്ങൾ ചൈതന്യത്തിൽ അതായി മാറുമ്പോൾ പിന്നെ ഈ ക്ഷേത്രങ്ങളും മറ്റും സമാപ്തമാകും. വീണ്ടും ഭക്തിമാർഗത്തിൽ ഈ സ്മാരകം ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ സ്വർഗം മുകളിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോൾ നരകമാണ്. ഈ ചക്രം കാണുമ്പോൾ തന്നെ മുഴുവൻ ജ്ഞാനവും വരുന്നു. ദ്വാപരം മുതൽ മറ്റു ധർമ്മങ്ങൾ വരുന്നു. ഇപ്പോൾ നോക്കൂ, എത്ര ധർമ്മങ്ങളാണുള്ളത്. ഇത് അയൺ ഏജ് ആണ്. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. സത്യയുഗത്തിലേക്ക് പോകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നു. കലിയുഗത്തിൽ എല്ലാവരും കല്ലുബുദ്ധിയാണ്. സത്യയുഗത്തിൽ പവിഴബുദ്ധിയാണ്. നിങ്ങൾ തന്നെയാണ് പവിഴബുദ്ധി ആയിരുന്നത്. നിങ്ങൾ തന്നെ വീണ്ടും കല്ലുബുദ്ധിയായിരിക്കുന്നു. വീണ്ടും പവിഴബുദ്ധിയാകണം. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കാമത്തെ ജയിക്കൂ, എങ്കിൽ ജഗത് ജീതാകും. മുഖ്യമായത് ഈ വികാരം തന്നെയാണ്. സത്യയുഗത്തിൽ എല്ലാവരും നിർവികാരിയാണ്. കലിയുഗത്തിൽ വികാരികളാണ്. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ നിർവികാരിയാകൂ. 63 ജന്മം വികാരത്തിൽ പോയി. ഇപ്പോൾ ഈ അന്തിമ ജന്മം പവിത്രമാകൂ. ഇപ്പോൾ എല്ലാവർക്കും മരിക്കേണ്ടതുണ്ട്. ഞാൻ സ്വർഗം സ്ഥാപിക്കുവാനായി വന്നിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ എൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കൂ. ഞാൻ എന്തു പറയുന്നുവോ അത് കേൾക്കൂ. ഇപ്പോൾ നിങ്ങൾ കല്ലുബുദ്ധിയെ പവിഴബുദ്ധിയാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് പൂർണ്ണമായും പടികൾ ഇറങ്ങുന്നതും പിന്നെ കയറുന്നതും. നിങ്ങൾ ജിന്നിനെ പോലെയാണ്. ജിന്നിൻ്റെ കഥയുണ്ടല്ലോ, ജോലി തരൂ എന്ന് ജിന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, പടി ഇറങ്ങുകയും കയറുകയും ചെയ്യൂ. വളരെയധികം മനുഷ്യർ പറയുന്നു, പടികൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യിക്കുന്നതിനായി ഭഗവാന് വല്ല കാര്യവും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പടികൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഭഗവാൻ എന്തു പറ്റി എന്ന് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് അനാദിയായ കളിയാണ്. നിങ്ങൾ 5000 വർഷത്തിൽ 84 ജന്മങ്ങളെടുത്തു. നിങ്ങൾക്ക് താഴെ ഇറങ്ങുവാൻ 5000 വർഷമെടുത്തു. പിന്നെ മുകളിൽ കയറുന്നത് സെക്കൻഡിലാണ്. ഇതാണ് നിങ്ങളുടെ യോഗബലത്തിൻ്റെ ലിഫ്റ്റ്. ബാബ പറയുന്നു, ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ബാബ വരുമ്പോൾ സെക്കൻഡിൽ നിങ്ങൾ മുകളിൽ കയറുന്നു. പിന്നെ താഴെ ഇറങ്ങുന്നതിന് 5000 വർഷമെടുത്തു. കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കയറുന്നതിന് ലിഫ്റ്റ് ഉണ്ട്. സെക്കൻഡിൽ ജീവൻ മുക്തി. സതോ പ്രധാനമാകണം. പിന്നെ പതുക്കെ പതുക്കെ തമോ പ്രധാനമാകും. 5000 വർഷമെടുക്കുന്നു. ശരി, വീണ്ടും തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകണം ഒരു ജന്മത്തിൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു എന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് പവിത്രമാകില്ല? പക്ഷേ കാമത്തിന് വശപ്പെടുന്നവരും ക്രോധത്തിന് വശപ്പെടുന്നവരും ഉണ്ടല്ലോ. വികാരം ലഭിക്കാതെ വരുമ്പോൾ പിന്നെ സ്ത്രീയെ അടിക്കുന്നു, പുറത്താക്കുന്നു, തീ കത്തിക്കുന്നു. അബലകളുടെ മേൽ എത്ര അത്യാചാരമാണ് ഉണ്ടാകുന്നത്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജഗത്തിൻ്റെ അധികാരിയാകുന്നതിനും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നതിനും മുഖ്യമായി കാമവികാരത്തിൻ്റെ മേൽ ജയം നേടണം. സമ്പൂർണ്ണ നിർവികാരി തീർച്ചയായും ആകണം. ഏതുപോലെ നമുക്ക് ബാബയിൽ ലഭിച്ചുവോ അതേപോലെ എല്ലാവരെയും ബാബയുമായി കൂടിച്ചേർക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യണം. ബാബയുടെ സത്യമായ പരിചയം നൽകണം.
സത്യം സത്യമായ യാത്ര പഠിപ്പിക്കണം. വരദാനം: ദുഃഖത്തിൻ്റെ ലോകം മുന്നിൽ ഉണ്ടായിരിക്കുമ്പോഴും ദുഃഖമില്ലാപുരിയിലെ ചക്രവർത്തിയുടെ അനുഭവം ചെയ്യുന്ന അഷ്ടശക്തി സ്വരൂപമായി ഭവിക്കട്ടെ. ദുഃഖത്തിൻ്റെയും ദുഃഖമില്ലായ്മയുടെയും നോളജ് ഇപ്പോൾ തന്നെയാണ് ഉള്ളത്. ദുഃഖത്തിൻ്റെ ലോകം മുന്നിലുണ്ടായിരിക്കുമ്പോഴും സദാ ദുഃഖമില്ലാപുരിയിലെ ചക്രവർത്തിയുടെ അനുഭവം ചെയ്യണം. ഇത് തന്നെയാണ് അഷ്ടശക്തി സ്വരൂപമായ കർമ്മേന്ദ്രിയ ജീതായ കുട്ടികളുടെ അടയാളം. ഇപ്പോൾ തന്നെയാണ് ബാബയിലൂടെ സർവശക്തികളുടെയും പ്രാപ്തി ഉണ്ടാകുന്നത്. എന്നാൽ അഥവാ ഏതെങ്കിലും സംഘദോഷത്തിനോ ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾക്കോ വശീഭൂതമായി തൻ്റെ ശക്തി നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ദുഃഖമില്ലാപുരിയുടെ ലഹരിയും സന്തോഷവും പ്രാപ്തമായിരിക്കുന്നത് സ്വതവേ തന്നെ നഷ്ടമായി പോകുന്നു. ദുഃഖമില്ലാപുരിയിലെ ചക്രവർത്തിയും ദരിദ്രമായി മാറുന്നു. സ്ലോഗൻ: ദൃഢതയുടെ ശക്തി സദാ കൂടെയുണ്ടെങ്കിൽ സഫലത കഴുത്തിലെ മാലയാണ്. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. തൻ്റെ സങ്കല്പങ്ങളുടെ കൊടുങ്കാറ്റോ ഏതെങ്കിലും സംബന്ധത്തിലൂടെയോ പ്രകൃതിയിലൂടെയോ സമസ്യകളിലൂടെയോ ഉള്ള കൊടുങ്കാറ്റോ വിഘ്നമോ വരുന്നുവെങ്കിൽ അതിൽ നിന്നും മുക്തി നേടുന്നതിനായി യോഗയുക്തവും യുക്തിയുക്തവുമാണ്. യോഗയുക്തം അല്ലാത്തതുവരെയും വിഘ്നങ്ങളാൽ യുക്തമായിരിക്കും. ഓം ശാന്തി. ഓം വ്യക്തദേശത്തിൽ ഈശ്വരീയ കർത്തവ്യത്തിന് നിമിത്തമായിരിക്കുന്ന വിശേഷ ആത്മാവാണ് ഞാൻ. ദേഹത്തെയും ദേഹത്തിൻ്റെ ദേശത്തെയും മറന്ന് ഒരു സെക്കൻഡിൽ ഈ സാകാരി ലോകത്തിൽ നിന്നും പരംധാം നിവാസിയാകുന്നു. പരംധാമത്തിൽ തിളങ്ങുന്ന വിശേഷ നക്ഷത്രമായി വിശേഷ ആത്മാവായി ഞാൻ സ്ഥിതി ചെയ്യും. പരംധാമത്തിൽ നിന്നും ഒരു സെക്കൻഡിൽ അവ്യക്ത ലോകത്തിൽ അവ്യക്ത രൂപധാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. പ്രകാശ രൂപിയായി പ്രകാശമയ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ് ഞാൻ.
ഒരു സെക്കൻഡിൽ കർമ്മക്ഷേത്രത്തിൽ സാകാരദേശത്തിൽ മസ്തക മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മാവ് സ്വരാജ്യ അധികാരിയാണ്. കർമ്മേന്ദ്രിയ ജീതാണ്. വീണ്ടും ഒരു സെക്കൻഡിൽ പരംധാമാകുന്ന ജ്യോതിദേശത്തിൽ പ്രകാശ ബിന്ദു സ്വരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമധാമത്തിൽ സർവശക്തിവാനായ ശിവബാബയുടെ ഛത്രഛായയിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി സ്വരൂപ ആത്മാവാണ് ഞാൻ. വീണ്ടും ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയിൽ ഫരിസ്തകളുടെ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവ്യക്ത ബാപ്ദാദയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാപ്ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നു. അലൗകിക അതീന്ദ്രിയ സുഖമയ അവസ്ഥയുടെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി സാകാരി ദേഹത്തിൽ അവതരിക്കുന്നു. ഡബിൾ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും 4 ഭാഗത്തും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശ തരംഗങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു.